മൺചട്ടി മാക്കിയ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇന്ന് നമ്മൾ ആ ചട്ടിയിൽ ഒരു മീൻകറി ഉണ്ടാക്കാൻ പോകും. ആദ്യം ചട്ടിയിൽ ആവശ്യമായ എണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലോണം വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യാനുസരണമുള്ള മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്തെടുത്ത മുളകും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം അതിനെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് വഴണ്ട് തുടങ്ങുന്ന നേരത്തിന് നമ്മൾ കുതിർക്കാൻ വെച്ചേക്കുന്ന കുടംപുളി ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് തുടങ്ങുന്ന നേരത്ത് നമുക്ക് ആവശ്യാനുസരണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മീൻകറി ഇതേപോലെ കറക്കിയെടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്കിതിനെ അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.